അപ്പോൾ നമ്മൾ രണ്ട് DNA ട്രാൻസ്പോസോൺസിന് രണ്ട് മെക്കാനിസവും നമ്മൾ പഠിച്ചു. നൗ വി ജസ്റ്റ് മൂവിങ് ഇൻ ടു ദി റിട്രോ ട്രാൻസ്പോസോൺസ് അല്ലേ. നമ്മൾ രണ്ട് ടൈപ്പ് ട്രാൻസ്പോസോൺസ് പറഞ്ഞു, DNA ട്രാൻസ്പോസോൺസും റിട്രോ ട്രാൻസ്പോസോൺസും. DNA ട്രാൻസ്പോസോൺസിൻ്റെ രണ്ട് മെക്കാനിസം പറഞ്ഞു, കട്ട് ആൻഡ് പേസ്റ്റും റെപ്ലിക്കേറ്റീവും. നൗ വി ആർ മൂവിങ് ടു ദ റിട്രോ ട്രാൻസ്പോസോൺസിൻ്റെ മെക്കാനിസം, മൂവിങ് മെക്കാനിസമാണ്. അപ്പം റിട്രോ ട്രാൻസ്പോസോൺസ് എന്ന് പറയാൻ തന്നെ കാരണം എന്താണ്? ദാറ്റ് വിൽ ബി മൂവിങ് ത്രൂ ദി RNA ഇൻ്റർമീഡിയറ്റ് അല്ലെ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻസൈമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം എന്ത് ചെയ്യണം? RNA സിന്തസിസ് നടക്കണം. RNA സിന്തസിസ് നടത്താൻ RNA പോളിമറൈസ് വേണം. ആ RNA പോളിമറൈസ് എന്ന് പറയുന്നത് ഹോസ്റ്റ് സെല്ലിൻ്റെ മെഷീനറിയിലുള്ള RNA പോളിമറൈസ് ആയിരിക്കും ഉപയോഗിക്കുക. അതിനുശേഷം വരുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, RNAയിൽ നിന്ന് DNA ഉണ്ടാക്കുന്ന പ്രോസസ്സ്, അതിൽ ഉപയോഗിക്കുന്നത് ട്രാൻസ്പോസോണിൽ ഉള്ള റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമിന് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. മോസ്റ്റ് ഓഫ് ദ കേസസ് എല്ലാ ട്രാൻസ്പോസോൺസിലും എന്തുണ്ടാവും? ഈ പറയുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈംസിൻ്റെ ജീൻ ഉണ്ടാവും. സോ RNA ട്രാൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ സൈറ്റോപ്ലാസത്തിൽ പോകും. അവിടുന്ന് ഇൻ്റഗ്രേസും റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും. ആ പ്രോട്ടീന് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന RNAയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നേരെ DNA ഉണ്ടാക്കുന്നു, തിരിച്ചു വന്നിട്ട് DNA ഉണ്ടാക്കുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ DNA ഉണ്ടാക്കി കോംപ്ലിമെൻ്ററി DNA ഉണ്ടാക്കുന്നു. കോംപ്ലിമെൻ്ററി DNA എടുത്തിട്ട് ടാർഗറ്റ് DNAയിലേക്ക് പോകുന്നു. ടാർഗറ്റ് DNAയിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റഗ്രേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഇവിടെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള എൻസൈം എന്ന് പറയുന്നത്. നേരത്തെ അവിടെ ട്രാൻസ്പോസേസ് എന്ന് പറയുന്ന ഒരു എൻസൈം കണ്ടു. സിമിലർ ഫംഗ്ഷനുള്ള, സിമിലർ സ്ട്രക്ചറുള്ള ഒരു എൻസൈമാണ് ഇൻ്റഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസും ഇൻ്റഗ്രേസും ഒന്നിച്ച് പ്ലേ ചെയ്തിട്ടാണ് ഈ ഒരു മെക്കാനിസം നടക്കുന്നത്. നൗ നമ്മൾ രണ്ട് ടൈപ്പ് റിട്രോ ട്രാൻസ്പോസോൺസാണ് കണ്ടത് അല്ലേ. ഏതൊക്കെയായിരുന്നു? വൈറൽ ലൈക്ക് റിട്രോ ട്രാൻസ്പോസോൺസും പോളി എ റിട്രോ ട്രാൻസ്പോസോൺസും. അങ്ങനെ രണ്ടെണ്ണമാണ് കണ്ടത്. ഈ രണ്ടെണ്ണത്തിലെ മെക്കാനിസം സിമിലർ അല്ല. ഓക്കെ, ചെറുതായിട്ടുള്ള വേരിയേഷൻ ഉണ്ട്. ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ, ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കട്ട് ആൻഡ് പേസ്റ്റിലും റെപ്ലിക്കേറ്റീവും കണ്ട പോലത്തെ ഒരു ഡിഫറൻസ്. ഓക്കെ, നേരത്തെ റെപ്ലിക്കേറ്റീവിൽ എന്താ കണ്ടത്? ട്രാൻസ്പോസോൺസ് കോപ്പി ചെയ്തിട്ട് ട്രാൻസ്പോസോൺസ് അല്ല ഇങ്ങോട്ട് വരുന്നത് അല്ലേ, ടാർഗറ്റ് സൈറ്റിലേക്ക് വരുന്നത്. ആസ് സച്ച് DNA വന്നതിന് ശേഷം ടാർഗറ്റ് സൈറ്റിൽ വെച്ചിട്ടാണ് ട്രാൻസ്പോസോൺസിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്. സിമിലർലി വൈറൽ ലൈക്കിലാണെങ്കിൽ RNA ഉണ്ടാക്കുന്നു, cDNA ഉണ്ടാക്കുന്നു, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാക്കുന്നു. ഡബിൾ സ്റ്റാൻഡേർഡ് DNA പോയിട്ട് ടാർഗറ്റ് സൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വൈറൽ ലൈക്കിൽ. ഓക്കെ, ഇനി പോളിയെ എടുക്കുകയാണെങ്കിൽ നേരത്തെ റെപ്ലിക്കേറ്റീവ് മെക്കാനിസം പറഞ്ഞതുപോലെ RNA ഉണ്ടാവുന്നു. RNA നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നു? ടാർഗറ്റ് സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. ഈ ടാർഗറ്റ് സൈറ്റിൽ വെച്ചിട്ടാണ് RNAയിൽ നിന്ന് cDNA ഉണ്ടാക്കുന്നു. എന്നിട്ട് cDNA ഉണ്ടാക്കിയതിന് ശേഷം ആ RNAനെ ഡീഗ്രേഡ് ചെയ്യുന്നു. cDNA വെച്ചിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് ഉണ്ടാക്കി ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാക്കുന്നു. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA പരസ്പരം ലിഗേസ് വെച്ചിട്ട് അവിടെ ജോയിൻ ചെയ്യിക്കുന്നു. ആ ഒരു മെക്കാനിസം ഡിഫറൻസ് ഇവർ തമ്മിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. സോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് DNA transposition by copy and paste mechanism via RNA intermediate. In that, we are just discussing on the retrotransposons and retrovirus mechanism, that is viral like retrotransposons and retrovirus following mechanism. Okay, clear അല്ലേ? ഞാനിവിടെ നോക്കുക. അപ്പം ഇതിൻ്റെ ട്രാൻസ്പോസോൺസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ അവിടെ ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ്, ഒറിജിനൽ ജീൻ, അതിനപ്പുറത്തേക്കൊന്നും കണ്ടില്ല. ഇവിടെ അത് തന്നെ ഇൻവേർട്ടഡ് റിപ്പീറ്റ്സും ഒരു LTR ലോങ് ടെർമിനൽ സീക്വൻസസ് ഉണ്ട്, റെക്കഗ്നിഷൻ സീക്വൻസ്. ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ഘടകം. അതിൻ്റെ നടുക്ക് ജീൻ ഉണ്ടാവും, സ്ട്രക്ചറൽ ജീൻ ഉണ്ടാവും, പിന്നെ ഓപ്പോസിറ്റായിട്ട് വീണ്ടും അതുണ്ടാവും. ഈ LTRൻ്റെ പാർട്ടായിട്ട് എന്തുണ്ടാവും? ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് ആയിട്ടുള്ള, ഇൻവേഴ്സ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള സീക്വൻസസ് ഉണ്ടാവും. ആൻഡ് ദെൻ ടാർഗറ്റ് സൈറ്റ് ഉണ്ടാവും. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റഡ് ടാർഗറ്റ്സ്. ഇതാണ് ഒരു ട്രാൻസ്പോസോൺ എലമെൻറ്റ്, വൈറൽ ലൈക്ക് റിട്രോ ട്രാൻസ്പോസോൺസിൻ്റെ എലമെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ആരാണ്? RNA പോളിമറൈസ് എൻസൈം. RNA പോളിമറൈസ് എൻസൈം. ഓക്കെ, RNA പോളിമറൈസ് എൻസൈം വിൽ ബി ട്രാൻസ്ക്രൈബിങ് this particular segment into the mRNA. അപ്പോൾ ഇതെന്തായി? എലമെൻ്റൽ RNA എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് എലമെൻ്റ് എന്ന് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ട്രാൻസ്പോസബിൾ ജനറ്റിക് എലമെൻസിനെയാണ് അവിടെ എലമെൻ്റ് എന്ന് സൂചിപ്പിക്കുന്നത്. എലമെൻറ്റിൻ്റെ RNA അവിടെ സിന്തസൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ വെച്ചിട്ട് എന്താ സംഭവിക്കുക? ഈ ഒരു mRNA എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി മൂവിങ് ടു ദി സൈറ്റോപ്ലാസം. ഓക്കെ,
സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും? ട്രാൻസ്ലേഷൻ നടക്കും. ട്രാൻസ്ലേഷൻ എന്തിനാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്? പ്രോട്ടീൻ്റെ സിന്തസിസ്. ഈ mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കണം. ഏത് പ്രോട്ടീനൊക്കെ ഉണ്ടാക്കേണ്ടത്? നമുക്കറിയാം 2 എൻസൈംസ് ആണ് ഉണ്ടാക്കേണ്ടത്. ഏതൊക്കെയാ? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമും റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആവശ്യമായിട്ടുള്ള റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റഗ്രേസ് എന്ന് പറയുന്ന എൻസൈം. ഈ 2 എൻസൈമിൻ്റെയും സിന്തസിസ് നടക്കും. നൗ ഈ 2 എൻസൈമിനെയും കൂട്ടി mRNA വീണ്ടും തിരിച്ചു വരും, ന്യൂക്ലിയസിലേക്ക് തിരിച്ചു വരും. ന്യൂക്ലിയസിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഫസ്റ്റ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി പ്രിപ്പയറിങ് കോംപ്ലിമെൻ്ററി DNA സ്ട്രാൻഡ്. അപ്പോൾ ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു DNA സ്ട്രാൻഡ് ഉണ്ടാക്കും. ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA സ്ട്രാൻഡ് ഉണ്ടാക്കുന്നത് 2 സ്റ്റേജിലാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തിയറി എക്സാമിന് വേണ്ടിയിട്ട് ആ ഫുൾ മെക്കാനിസം ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. CSIR ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? ആ ഒരു മെക്കാനിസം ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. കാരണം CSIR പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളത് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നോട്ട്സിൽ എന്ത് ചെയ്തിട്ടില്ല? ഈ ഒരു മെക്കാനിസം ഡിസ്ക്രൈബ് ചെയ്തില്ല, ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തുണ്ട്? 2 പ്രൈമിങ് ഇവൻ്റ് ഉണ്ട് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഈ പറയുന്ന mRNAയിൽ നിന്ന് cDNA ഓഫ് ദ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റോം ഉണ്ടാവണമെങ്കിൽ, റിട്രോ ട്രാൻസ്ക്രിപ്റ്റോം ഉണ്ടാവണമെങ്കിൽ 2 പ്രൈമിങ് ഇവൻറ്റ്സ് നടക്കണം. ഒന്ന് ഈ ഒരു മെയിൻ കമ്പോണൻസിൻ്റെ ഇതാണ്, അതായത് ഈ പറയുന്ന കമ്പോണൻറ്റ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് LTRൻ്റെ ഡ്യൂപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം LTRൻ്റെ സിന്തസീസും അതുപോലെ തന്നെ മെയിൻ കമ്പോണൻ്റ് ഓഫ് ദ റിട്രോ ട്രാൻസ്പോസോമൽ എലമെൻറ്റിൻ്റെ സിന്തസീസും നടക്കുന്നത് എങ്ങനെയാണ്? സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പോൾ 2 പ്രൈമിങ് ഇവൻറ്റ്സ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ടെക്സ്റ്റിൽ. അത് മാത്രം മതി യൂണിവേഴ്സിറ്റി എക്സാമിന്. അതിൻ്റെ മെക്കാനിസം നമുക്ക് CSIR ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? LTRും മെയിൻ എലമെൻറ്റും കമ്പോണൻറ്റും കൂടെ അത് സിന്തസൈസ് ചെയ്യുന്നു cDNA. അതിനുശേഷം അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാവുന്നു. ഓക്കെ, ഡബിൾ സ്റ്റാൻഡേർഡ് DNA. അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടായി. ഇപ്പം കോംപ്ലിമെൻ്ററി DNA എന്ന് പറയാൻ കാരണം ഇറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ടു ദി RNA വിച്ച് ഈസ് ഫോംഡ്. നൗ ഈ കോംപ്ലിമെൻ്ററി DNA ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഡബിൾ സ്റ്റാൻഡേർഡ് കോംപ്ലിമെൻ്ററി DNA ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദ ഇൻ്റഗ്രേസ് എൻസൈം വിൽ ബി അറ്റാച്ചിങ് ടു ദ 3' എൻഡ്. ഓക്കെ, ഇതിൻ്റെ 3' എൻഡിലേക്ക് 2 സ്റ്റാൻഡിൻ്റെയും 3' എൻഡിലേക്ക് ഇൻ്റഗ്രേസ് എൻസൈം അറ്റാച്ച് ചെയ്യും. ഇൻ്റഗ്രേസ് എൻസൈം അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ 3' എൻഡിൽ നിന്നും ഒരു ചെറിയ പീസ് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയും, എക്സൈസ് ചെയ്ത് കളയും. ഇറ്റ് വിൽ ബി ഫ്യൂ ന്യൂക്ലിയോട്ടൈഡ് ലോങ്, നോർമലി ഡൈന്യൂക്ലിയോട്ടൈഡ്. ഈ ഫ്യൂ ന്യൂക്ലിയോട്ടൈഡ് എന്ന് പറഞ്ഞാൽ 2, 3, 4 ഒക്കെ ആയിട്ടുള്ള ചെറിയ ഒരു സെഗ്മെൻറ്റ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി റിമൂവ്ഡ്. അപ്പോൾ എന്തായി? ഇവിടെ സ്റ്റാഗേർഡ് എൻഡായി അല്ലേ? സ്റ്റാഗേർഡ് എൻഡായിട്ടുള്ള ഒരു അപ്പിയറൻസ് അവിടെ വന്നു. ഈ സ്റ്റാഗേർഡ് എൻഡായിട്ടുള്ള സാധനം ഇനി നേരത്തെ പറഞ്ഞ അതേ മെക്കാനിസം ഇൻ്റഗ്രേസ് ആണ്. ഇവിടുത്തെ സിനാപ്റ്റിക് കോംപ്ലക്സിൽ വരുന്നത് ട്രാൻസ്പോസേസ് എൻസൈം അല്ല, മറിച്ച് ഇൻ്റഗ്രേസ് എൻസൈമാണ്. ക്ലിയർ അല്ലേ? ഇൻ്റഗ്രേസ് എൻസൈമാണ് ഇവിടെ വരുന്നത്. ഈ ഇൻ്റഗ്രേസ് എൻസൈം സിനാപ്റ്റിക് കോംപ്ലക്സിന് ഇൻ്റഗ്രേസ് എൻസൈം എടുത്തുകൊണ്ട് പോകുന്നു, ടാർഗറ്റ് സൈറ്റിലേക്ക് എത്തുന്നു. നേരത്തെ പറഞ്ഞ സെയിം മെക്കാനിസം. OH ഗ്രൂപ്പ് വിൽ ബി അറ്റാക്കിംഗ് ദി 5' ഫോസ്ഫേറ്റ്. ആസ് എ റിസൾട്ട് ഇതിൻ്റെ 5' ഫോസ്ഫേറ്റും ഇതിൻ്റെ OH തമ്മിലൊരു ലിങ്ക് ഉണ്ടാവും, ഓപ്പോസിറ്റ് സ്റ്റാൻഡിൽ ആ ഒരു ലിങ്ക് ഉണ്ടാവും. ആൻഡ് ദർ വിൽ ബി ഫോമിങ് എ ഗ്യാപ്പ്. ആ ഗ്യാപ്പ് എന്താണ്? ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ട്രാൻസ്പോസോണിൻ്റെ 5' എൻഡ് ഫ്രീ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ടാർഗറ്റ് സൈറ്റിൻ്റെ 3' എൻഡും ഫ്രീ ആയിരിക്കും. ആ 3' എൻഡും 5' എൻഡും. ഓക്കെ, അപ്പം ഇതാണ് ഈ ഗ്യാപ്പ്. ഈ 3'ഉം 5'ഉം തമ്മിലുള്ള ഗ്യാപ്പാണ് ഡ്യൂപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ആ ഡ്യൂപ്ലിക്കേഷൻ അവിടെ നടക്കുന്നു, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു, അങ്ങനെ ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് ഒരു ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിട്രോ ട്രാൻസ്പോസോൺസ് പുതിയൊരു ഇടത്തിലേക്ക് കയറ്റിയിടുന്നു. ഇതാണ് അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഓക്കെ, ഇവിടെ മാറ്റം എന്താണ്? RNA പോളിമറേസ് എന്ന് പറയുന്ന ഹോസ്റ്റ് സെൽ മെഷീനറി ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ എന്താണ്? ഹോസ്റ്റ് സെൽ മെഷീനറി ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻ്റഗ്രേസ് എന്ന് പറയുന്ന എൻസൈംസിൻ്റെ ഡിഫറൻസ് ആണ്. ഇനി അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ എൻഡോന്യൂക്ലിയസും കൂടെ കാണും കേട്ടോ. അപ്പോൾ ഈ പ്രോസസ്സ് ഞാനിവിടെ കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ മെൻഷൻ ചെയ്ത പ്രോസസ്സ് കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. കൃത്യമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദിസ് മെക്കാനിസം. നമ്മൾ അടുത്ത മെക്കാനിസം അടുത്ത വീഡിയോയിൽ പറയാം. ചെറിയ വീഡിയോ ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും.